ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രോഷറ്റ് ക്യാപ്പ് ചെയ്യാം. ബിഗിനേഴ്സിന് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള യാണാണ്. നിങ്ങൾക്ക് ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ക്രോഷറ്റ് ഹുക്ക് എടുത്തിരിക്കുന്നത് 4.5 mm ആണ്. പിന്നെ നമുക്ക് നീഡിൽ വേണം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആസ് യൂഷ്വൽ നമുക്ക് സ്ലിപ്പ് നോട്ട്, ദെൻ നമുക്ക് 51 ചെയിൻസ് ആണ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ ചെയിൻ കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ 51 ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ഈ സ്റ്റിച്ചസ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ട്യൂട്ടോറിയലും ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് നമ്മളൊരു 10 സ്റ്റിച്ച് നമ്മൾ വിട്ടേക്കാം. അതുവരെ നമ്മൾ അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഫോളോ ചെയ്യുക. ടെൻ സ്റ്റിച്ചിൽ നമ്മൾ വിട്ടതിൽ അതിൽ 5 സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 5 സ്റ്റിച്ച് നമ്മൾ അവിടെ വിട്ടേക്കാണ്. എന്നിട്ട് ചെയിൻ 1, ദെൻ നമുക്ക് ടേൺ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്യാം. 5, അതായത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത റോ 1 ചെയ്ത പോലെ തന്നെ
5 ചെയിൻസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മാർക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മിസ്സാവാതെ അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം 6th ചെയിനിൽ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ എൻഡ് വരെ ചെയ്യാം. എൻഡ് വരെ നമ്മൾ ചെയ്തു. എൻഡിൽ എപ്പോഴും സ്ലിപ്പ് സ്റ്റിച്ചേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് റോയിൽ നമ്മൾ ഇതുപോലെ ചെയിൻ 1 ടേൺ ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്, ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത 10 സ്റ്റിച്ചസിന് തൊട്ട് മുമ്പേ സ്റ്റിച്ച് വരെ നമ്മൾ എൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 10 സ്റ്റിച്ചസിൽ 5 സ്റ്റിച്ച് നമ്മൾ നേരത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യൂ. അതിൽ എഗെയിൻ 5 സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് 5 ചെയിൻസിൽ നമുക്ക് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ്, ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് റോയിൽ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് എപ്പോഴും ആ 10 സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്യണം. അതെപ്പോഴും ശ്രദ്ധിക്കുക.
chain 1, turn the work, എന്നിട്ട് again slip stitch 10 stitches. നെക്സ്റ്റ് 10 സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ. ഓക്കെ, നമ്മൾ 10 സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച് എൻഡ് വരെ, ഈ റോ എൻഡ് വരെ അങ്ങനെ ആയിരിക്കും. എൻഡിൽ എപ്പോഴും ഓർക്കുക നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആയിരിക്കും ലാസ്റ്റ് എൻഡ് വരുമ്പോൾ. ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, ദെൻ ചെയിൻ 1, ടേൺ ദ വർക്ക്, അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന 10 സ്റ്റിച്ചസിൻ്റെ എൻഡ് വരെ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് 10 സ്റ്റിച്ച് വരില്ല, 5 സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഫൈവ് സ്റ്റിച്ചിൽ നമ്മളവിടെ വിട്ടിട്ട് 5 സ്റ്റിച്ചിൽ മാത്രമേ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. ലാസ്റ്റ് സ്റ്റിച്ച് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു മാർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് മിസ്സാവത്തില്ല. സോ ഇനി നമുക്ക് ചെയിൻ 1 വർക്ക് ടേൺ ചെയ്യാം.
ഓക്കെ, 5 സ്റ്റിച്ച് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ എൻഡ് വരെ. നേരത്തെ റൗണ്ടിൽ നമ്മൾ വിട്ട 5 സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ നമ്മൾ ഇനി കവർ ചെയ്യും ഈ റോയിൽ. ചെയിൻ 1, ദെൻ ടേൺ ദ വർക്ക്. ഓക്കെ, നമുക്കിനി ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഒന്നുകൂടെ നോക്കിയാൽ മതി. ഇനി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. സെൻറ്റിമീറ്റർ ഓരോ യാണ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് റോ ഞാൻ മെൻഷൻ ചെയ്യാത്തത്. 48 സെൻറ്റിമീറ്റർ നമുക്കവിടെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ആ എൻഡ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടത്. ഇനി നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ആ ചെയിൻ ലാസ്റ്റിലെ റോയിൽ ചെയിനിൽ വേണം നമ്മളിത് ഫുൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓരോ ചെയിനിലും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ എൻഡ് വരെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യാം.
ഇനി നമുക്ക് ക്യാപ്പിൻ്റെ ടോപ്പ് ഒന്ന് ജോയിൻ ചെയ്യണം അതൊന്ന്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യാൺ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ യാൺ കട്ട് ചെയ്യാതെ തന്നെ അത് കുറച്ച് ലെങ്തിലി കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് വേറൊരു യാൺ എടുത്തത്. നമുക്കൊരു നീഡിൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് യാൺ ഇട്ടിട്ട് നമുക്കിനി ഈ ഒരു ലാസ്റ്റ് വരുന്നൊരു സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിലേക്ക് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അതൊന്ന് പുള്ളി ചെയ്യുമ്പോൾ അത് തമ്മിൽ ജോയിൻ്റ് ആവും. സോ ഒന്ന് ടൈറ്റായിട്ട് പുള്ളി ചെയ്തെടുക്കുക. അത് കൂടി അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ നീഡിൽ ആ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പുള്ളി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഒരു സ്പേസ് ഇല്ലാതെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. സോ നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. സോ ഇതാണ് നമ്മുടെ ക്രോഷറ്റ് ക്യാപ്പ്. ഇത് വളരെ ഈസി സ്റ്റിച്ച് നമ്മൾ ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്യാപ്പാണ്. ഇത് നമുക്കൊന്ന് അടിയിൽ ഫോൾഡ് ചെയ്യുമ്പോൾ സോ നൈസാണ്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റിച്ച് വെച്ചിട്ടും നമുക്ക് ക്യാപ്പ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനൊരു സിമ്പിൾ സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്നും ചെയ്തത്. എനിക്ക് വന്നൊരു ഓർഡർ ആയിരുന്നു. സോ ഈ ഒരു പാറ്റേൺ ആണ് അവർ സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.